ഇന്ത്യ അടക്കം പ്രധാന റൂട്ടുകളിൽ സൂപ്പർ സേവർ ഫെയറിൽ സൗജന്യ ചെക്ക് ഇൻ ബാഗേജുമായി ഒമാൻ എയർ. ദോഫാറിൽ ചെമ്മീൻ കൂട്ടത്തോടെ കരക്കടിഞ്ഞ സംഭവം. മലിനീകരണമില്ലെന്ന് അധികൃതർ. ഒമാനിലെ ആദ്യകാല പ്രവാസി നാട്ടിൽ നിര്യാതനായി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. സേവന നിലവാരം ഉയർത്തുന്നതിന്റെ ഭാഗമായി ഒമാൻ എയർ ഇന്ത്യ അടക്കം പ്രധാന റൂട്ടുകളിൽ സൂപ്പർ സേവർ ഫെയറിൽ സൗജന്യ ചെക്ക് ഇൻ ബാഗേജ് പ്രഖ്യാപിച്ചു. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, കെയ്റോ, മനില, ദാറുസലാം, ബാഗ്ദാദ്, സാൻസിബാർ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ഇനി 20 കിലോ വരെ ചെക്ക് ഇൻ ബാഗേജ് അനുവദിക്കും. മുമ്പ് ഈ ഫെയറിൽ ഹാൻഡ് ബാഗേജ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതേ റൂട്ടുകളിൽ കംഫർട്ട് ഫെയറിൽ 30 കിലോയും ഫ്ലെക്സ് ഫെയറിൽ 40 കിലോയും ചെക്ക് ഇൻ ബാഗേജ് അനുവദിച്ചിട്ടുണ്ട്. യാത്രക്കാരുടെ ആവശ്യങ്ങൾ പരിഗണിച്ചാണ് പുതിയ മാറ്റം. ഈ വർഷം ആദ്യം ക്യാൻസൽ ഫോർ എനി റീസൺ എന്ന ഓപ്ഷനും മെച്ചപ്പെടുത്തിയ ട്രാവൽ ഇൻഷുറൻസ് സംവിധാനവും അവതരിപ്പിച്ചിരുന്നു. 2024 ഫെയർ ബണ്ടിലുകൾ ആരംഭിച്ചതിനു ശേഷം 10 ലക്ഷത്തിലധികം യാത്രക്കാരാണ് വിവിധ ആഡ് ഓൺ സേവനങ്ങൾ ഉപയോഗിച്ച് അവരുടെ യാത്ര ക്രമപ്പെടുത്തിയത്. യാത്രാനുഭവം മെച്ചപ്പെടുത്തുന്നതിനായി ഫാസ്റ്റ് ട്രാക്ക്, പ്രയോറിറ്റി ബോർഡിംഗ്, അധിക ലെഗ് റൂം, അധിക ബാഗേജ് തുടങ്ങിയ വിവിധ സേവനങ്ങളും ബുക്കിംഗിനൊപ്പം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത മാസങ്ങളിൽ ഓൺബോർഡ് കണക്ടിവിറ്റിയും പുതുക്കിയ ലോയൽറ്റി പ്രോഗ്രാം, ക്യാബിൻ സൗകര്യങ്ങളിൽ മാറ്റങ്ങൾ, പുതിയ റൂട്ടുകളുടെ വിപുലീകരണം ഉൾപ്പെടെ കൂടുതൽ നവീകരണങ്ങൾ അവതരിപ്പിക്കുമെന്നും ഒമാൻ എയർ അറിയിച്ചു. ദോഫർ ഗവർണറേറ്റിന്റെ തീരപ്രദേശങ്ങളിൽ ചെമ്മീനുകൾ കൂട്ടത്തോടെ ചത്തു കരക്കടിഞ്ഞ സംഭവം പരിസ്ഥിതി മലിനീകരണം മൂലമല്ലെന്ന് കൃഷി, മത്സ്യബന്ധന, ജലവിഭവ മന്ത്രാലയം വ്യക്തമാക്കി. സ്വാഭാവിക കാലാവസ്ഥ ഘടകങ്ങളാണ് സംഭവത്തിന് പിന്നിലെന്നാണ് വിലയിരുത്തൽ. സമുദ്രജലത്തിന്റെ താപനിലയിലെ മാറ്റവും ശക്തമായ കടൽ പ്രവാഹങ്ങളും ചെറു ചെമ്മീനുകളെ തീരത്തോട് ചേർന്ന വെള്ളത്തിലേക്ക് തള്ളിയെത്തിച്ചതാകാമെന്നും പുതിയ സാഹചര്യത്തിൽ അതിജീവിക്കാൻ കഴിയാതെ അവ ചത്തതാകാമെന്നും അധികൃതർ പറയുന്നു. സംഭവ സ്ഥലങ്ങൾ പരിശോധിച്ച ഉദ്യോഗസ്ഥർക്ക് മലിനീകരണത്തിന്റെ ഒരു ലക്ഷണവും കണ്ടെത്താനായിട്ടില്ല. മറ്റു മത്സ്യങ്ങളോ കടൽ ജീവികളോ ചത്തതായും വിവരമില്ല. അതിനാൽ സംഭവം സ്വാഭാവികവും ഒറ്റപ്പെട്ടതുമാണെന്നാണ് വിലയിരുത്തൽ. തീരത്ത് അടിഞ്ഞ ചെമ്മീൻ ഉൾപ്പെടെയുള്ള കടൽ ജീവികളെ ഭക്ഷണമായി ഉപയോഗിക്കരുതെന്ന് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ദീർഘകാലം ഒമാനിൽ പ്രവാസിയായിരുന്ന ഇബ്രാഹിം ബാബു നാട്ടിൽ നിര്യാതനായി. തൃശൂർ കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശിയാണ്. മസ്കത്തിലെ ആദ്യകാല മണി എക്സ്ചേഞ്ചുകളിലൊന്നായ മുസന്തം എക്സ്ചേഞ്ചിലെ ജീവനക്കാരനായിരുന്നു അദ്ദേഹം. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് ഏതാനും വർഷം മുൻപാണ് നാട്ടിലേക്ക് മടങ്ങിയത്. ബുധനാഴ്ച പുലർച്ചെ ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. ഭാര്യ അസ്മ, 2 മക്കളുണ്ട്. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by ഷാഹി ഫുഡ്സ് ആൻഡ് സ്പൈസസ്, പവർഡ് ബൈ പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്.